നമുക്കൊരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. അത് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ക്യാരറ്റ് കേക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മിക്സ് ചെയ്ത ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. വിസ്ക് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടെ കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 ക്യാരറ്റാണ് വേണ്ടത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ഷുഗർ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുട്ടയെല്ലാം നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവർ ബീറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഫ്ലോർ ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ നമുക്ക് കാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പ് കൂടെ കുറച്ച് ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി ക്യാരറ്റ്, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഡേറ്റ്സും കാഷ്യൂ നട്ട്സും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് ബാക്കിയുള്ള ഫ്ലോറും ഷുഗർ സിറപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബാക്കി വന്ന ഷുഗർ സിറപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. സ്റ്റൗ ടോപ്പിലാണെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 5-10 മിനിറ്റ് ചൂടാക്കിയ ശേഷം നമുക്ക് കേക്ക് ടിൻ വെച്ച് കൊടുത്ത് നല്ലപോലെ ഒരു 40-50 മിനിറ്റൊക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്